ബിഗ് ബോസ് എന്ന പരിപാടി കൊണ്ട് ലക്ഷപ്രഭുക്കളും കോടിപതികളും ആകാൻ പോകുന്ന വ്യക്തികൾ ആരൊക്കെ? അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതൊന്നും വേറെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ചാൻസ് ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു തരാം. അപ്പോ ഈ പരിപാടി ഇത്തവണത്തെ സീസൺ 6 കഴിഞ്ഞിറങ്ങിയ നമ്മുടെ കണ്ടസ്റ്റൻസുകളായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ ചോദിക്കുന്ന റെന്റ് ചോദിക്കുന്ന മറ്റേ പേയ്മെന്റ് ഉണ്ടല്ലോ, എത്രയൊക്കെയാണ് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ, അതിനെ പറ്റിയൊന്നും വലിയൊരു ധാരണ കാണത്തില്ലായിരിക്കുമല്ലോ. നിങ്ങൾ വിചാരിക്കുന്നത് ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുന്നു, അവരവരുടെ മറ്റേ കാര്യങ്ങളൊക്കെ പറയുന്നു, പോകുന്നു, അപ്പൊ ഇതൊക്കെ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കുറച്ചൊക്കെ കാശേ മേടിക്കത്തുള്ളായിരിക്കും, നല്ല മക്കളല്ലേ, ഇതൊക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല കാശ് മേടിക്കുന്നുണ്ട്, നല്ല കാശ്. ഇതൊക്കെ എനിക്കറിയാവുന്ന എന്റെ കുറച്ച് കുഞ്ഞു സോഴ്സസ് വരെ ഞാൻ അറിഞ്ഞതാണ്. എന്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്. ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി എന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ മിക്കവാറും ഓളെന്നെ ഇനി കാണുമ്പോൾ ചെളി വാരി മുഖത്തെറിയും. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, അതവിടെ കിടന്നോട്ടെ. അപ്പൊ സംഗതി നിങ്ങൾക്ക് അറിയണ്ടേ എത്രയൊക്കെയാണ് ഈ ചേട്ടന്മാരൊക്കെ മേടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ജിൻഡോ ചേട്ടൻ ഒരു ഇന്റർവ്യൂവിന് മേടിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നത് ഏകദേശം 3 ലക്ഷം രൂപയാണ് കേട്ടാ. പിന്നെ നമ്മുടെ അഭിഷേക് മോൻ ചോദിക്കുന്നത്, അത് ഈ ഫൈനൽ 5 വന്ന അഭിഷേക് മോൻ ഉണ്ടല്ലോ, അഭിഷേക് എസ് അല്ലേ, അത് അഭിഷേക് എസ്. അപ്പൊ ആ അഭിഷേക് എസ് ചോദിക്കുന്നത് അറൌണ്ട് ഒരു 75,000 രൂപ. നമ്മുടെ ഋഷിക്കുട്ടൻ ചോദിക്കുന്നത് ഏകദേശം ഒരു 75,000 രൂപ. പിന്നെ സിജോ ചേട്ടൻ കാട്ടുതീ. സിജോ കാട്ടുതീ ആയതുകൊണ്ട് തന്നെ സിജോ ചോദിക്കുന്നത് 50,000 തൊട്ട് 75,000 രൂപ വരെയാണ്. അതിന്റെ ഒരു ഇടയ്ക്കൊക്കെ ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ടീമുകളാണെങ്കിൽ ഡീൽ ചെയ്താൽ ചേട്ടൻ തരും. ചേട്ടൻ കുറച്ച് കാട്ടുതീ കഥകളൊക്കെ എറിഞ്ഞ് തരും നിങ്ങൾക്കെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നുള്ള നമ്മുടെ നോറക്കൊച്ചാണ്. പാവം മിണ്ട പൂച്ച ചോദിക്കുന്നത് വെറും 50,000 രൂപയാണ്. ആ ഒരു എമൗണ്ട് കേട്ടോ. പിന്നെ മറ്റേ കറക്റ്റ് ആയിട്ട് അവർ ഇത്രയും തന്നെ ഒന്നും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഈ ഒരു എമൗണ്ടിന്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇവർ ഈ ഡീല് ക്ലോസ് ചെയ്യുന്നത്. പിന്നുള്ള നമ്മുടെ ജാൻമണി, സുന്ദരി ജാൻമണി. അപ്പൊ ജാൻമണി മേടിക്കുന്നത് 50,000 തൊട്ട് 85,000 രൂപ. ഈ ഒരു എമൗണ്ടിന്റെ ഇടയ്ക്കൊക്കെയാണ് ജാൻമണി അങ്ങോട്ട് ഉറപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ കൊച്ചിനെ ഞാൻ അറിഞ്ഞത് 3 ലക്ഷത്തിന് മേളിലാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. ജാസ്മിൻ കൊച്ചി ഇതുവരെയായിട്ട് എന്തായാലും ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന 1-2 ചേച്ചി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ, ചേച്ചി കൊടുക്കുന്ന 1-2 ചാനൽസ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചാനൽസിനോട് ചേച്ചി ചോദിക്കുന്നത് ഈ ഒരു 3-ന്റെ മേളിലാണെന്നൊക്കെ ഞാൻ കേട്ടു. അപ്പൊ സൈനയോ അങ്ങനത്തെ ഏതൊക്കെ ചാനലിലായിരിക്കാം ചേച്ചിയുടെ ഇന്റർവ്യൂ വരുന്നത് എന്ന് ഞാനിങ്ങനെ കേട്ടു, കിംബദന്തി കേട്ടു, നമുക്ക് അറിയത്തൊന്നുമില്ല. അപ്പൊ എന്തായാലും അതവിടെ നടക്കട്ടെ, കാശൊക്കെ മേടിക്കട്ടെ, ലക്ഷപ്രഭുക്കളാവട്ടെ കുഞ്ഞുങ്ങള്. ഇത്രയൊക്കെ അനുഭവിച്ചതല്ലേ, അപ്പൊ കുറച്ച് ലക്ഷമൊക്കെ കൊടുക്കാം, അപ്പം അനുഭവിക്കട്ടെ കുഞ്ഞുങ്ങള്. പക്ഷേ എനിക്കൊരു ഡൗട്ട് ഒന്നും അല്ലേ, ഇതിനു മാത്രം ഈ ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് ഇവർക്ക് പറയാൻ കാര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് ഈ ഒരു സീസണിലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടോ? അതിന് മാത്രം ഇവരവിടെ ചെയ്യുന്നവല്ലോ നമ്മൾ കണ്ടോ? എനിക്കറിയാൻ പാടില്ല. എന്താണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം, കാണുന്നവരുടെ ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി ഇടുക കേട്ടോ. ഇത്രയൊക്കെ മേടിക്കാനുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ. ഇനി നമുക്ക് കോടികൾ ഉണ്ടാക്കുന്നവരെ പറ്റി പറയാം. അതുപോലെ തന്നെ ഈ TRP ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാനൽ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് മാത്രം TRP റേറ്റ് കൊത്തന്നെ അങ്ങ് ഉയർത്തുക അല്ലയോ? അതാണല്ലോ അവരെല്ലാ വർഷവും അതിനകത്ത് തന്നെ ഈ ഒരു പരിപാടിയൊക്കെ പോകുന്നത്, ഇല്ലെങ്കിൽ അവർ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഈ വർഷം ഈ ഒരു പരിപാടിക്ക് ഏതാണ്ട് കഴിഞ്ഞ സീസണെക്കാട്ടിലും 60% വോട്ട് കയറിയിരിക്കുന്നത് കൂടുതൽ. അപ്പൊ അതൊക്കെ കൂടാൻ കാരണം 2 വ്യക്തികൾ, നമ്മുടെ സ്വന്തം ജാസ്മോളും ചപ്രിക്കുട്ടനും. അവരുടെ കുൽസിതം കാണാൻ എന്തോരം. ഇപ്പൊ ഞാൻ പറയുമ്പോ കുറെ പേര് പറയും, നിനക്കൊന്നും വേറെ പണിയില്ലേടാ നിനക്കൊന്നും എന്നൊക്കെ പറയത്തില്ലേ. എടോ, പുറത്ത് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അപ്പൊ പിന്നെ നമ്മൾ പറയണ്ടേ? അതുപോലെ തന്നെ ജാസു ചേച്ചി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താണ് യൂട്യൂബ് ചാനൽക്കാരാണ് ചേച്ചിയെ ഇത്ര ചീത്തയാക്കിയെന്ന്. ചേച്ചി ഞങ്ങളൊന്നും അല്ല ചേച്ചി, നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഈ കണ്ണാടിയുടെ അകത്ത് ഒരു കണ്ണുണ്ട് കണ്ട, 1 അല്ല 2 കണ്ണുണ്ട് കണ്ട. ഇതൊക്കെ വെച്ച് നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ചേച്ചി, അല്ലാത്തൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ചേച്ചി കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഇന്റർവ്യൂവിലല്ല മറ്റേ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക്, എന്താണ് അവിടുത്തെ ക്രൂ അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ മാത്രമേ അവർ പുറത്തേക്ക് കാണിക്കുള്ളൂ, നല്ല കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അത് ചേച്ചിക്ക് അറിയാമെങ്കിൽ പിന്നെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവന്മാര് കാണിക്കുന്നതിനകത്ത് ഇത് കുൽസിതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അതെടുത്ത് വെച്ച് അങ്ങ് താങ്ങിയത്.
ഞാനെന്ന് ചോദിച്ചിട്ട് മറ്റേ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഒന്നും തന്നെ ചെയ്തോണ്ടൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞു, ചെയ്തവരാണെങ്കിൽ ഇതുകൊണ്ടൊക്കെയാ ചെയ്തത്, അല്ലാതൊക്കെ ആണോ ചേച്ചി എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങ് പറഞ്ഞതേ ഉള്ളേ. അപ്പൊ കോടികൾ ഉണ്ടാക്കിയ TRP റേറ്റിംഗ് കയറ്റിയ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, നിങ്ങളുടെ കച്ചവടമാണല്ലോ ഇത് മൊത്തം. അപ്പൊ ഈ കച്ചവടത്തിന് നിങ്ങൾക്ക് സ്ക്രീ ഐസ്ക്രീം വന്നു, അവരവരുടെ കുറെ കച്ചവടം ഉണ്ടാക്കി, അവർ നിങ്ങൾക്ക് കുറെ കാശ് തന്നു കാണും. അതുപോലെ തന്നെ അമൃതവേണി അവരവരുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തു, നിങ്ങൾക്ക് കാശ് തന്നു കാണും. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്, കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കച്ചവടം നടത്തി നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ക്രൂവിന് എടുക്കേണ്ട മെയിൻ ഒരു കണ്ടന്റ് അവരിങ്ങനെ ചീഴ്ന്നെടുത്തു, കുൽസിതം, എന്നിട്ട് എല്ലാവർക്കും ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതിനെ അങ്ങോട്ട് പൊക്കി ആയോ. അതുകൊണ്ട് ഈ പുറത്തിറങ്ങിയപ്പോ പണി കിട്ടിയതാർക്കാ? ചാസു കൊച്ചിനും ചപ്രി മോനും നല്ല ഊക്കല് നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് ഊക്കി. ഇപ്പൊ കുറെ എണ്ണം നന്നാക്കാനും നടക്കുന്നുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. മറ്റേ അയ്യോ പാവം മോളെ, അവളെ ഇങ്ങനെ പറയാമോ, അവൾ പാവമല്ലേ എന്നൊക്കെ പറയുന്ന കുറെ എണ്ണത്തിന് നമ്മൾ കണ്ടു. അപ്പൊ ഈ പറയുന്നവരൊക്കെ തന്നെ ആയിരിക്കും അന്നിരുന്ന് ഈ കൊച്ചിനെ മറ്റേ ഊക്കിക്കൊണ്ടിരുന്നത്. അത് വേറെ കാര്യം, അത് നമ്മുടെ മനുഷ്യന്റെ ഒരു പരിപാടി അങ്ങനെയാണല്ലോ. അപ്പൊ ഇവന്മാര് അങ്ങനെയൊക്കെ പറഞ്ഞവന്മാര് മറ്റേ ഇപ്പം നല്ല പിള്ള കഴിയുമ്പോഴാണ് നമുക്കൊരു ഒറ്റ ചൊറിച്ചിൽ വരുന്നത് കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് നിൽക്കണം, അല്ലാതെ രണ്ടിടാടിക്കൊണ്ടായ ആ പരിപാടി കൊണ്ട് ഇറങ്ങരുത്, മനസ്സിലായില്ലേ? അപ്പൊ അതെന്തായാലും നിങ്ങൾ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം വേറൊന്നുമല്ല. അപ്പം ഞാൻ ഇപ്പൊ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ജിൻഡോ ചേട്ടനും ജാസ്മോളിലും ഇരുന്ന് അവര് ഭയങ്കരമായിട്ടിരുന്ന് സംസാരിക്കുന്നു, കോമഡിയൊക്കെ പറയുന്നു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, അതിനകത്തെ പരിപാടിയൊക്കെ അതിനകത്ത് കഴിഞ്ഞു, ഗ്രഡ്ജസ് ഒന്നും ഇല്ല ഇവർക്ക്, പുറത്ത് വരെ നല്ല കമ്പനിയാണ് കണ്ടല്ലോ. അപ്പൊ ഇത് എന്തിനു വേണ്ടി ഇവരിന്ന് സംസാരിക്കുന്നു തോന്നി ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ഏഷ്യാനെറ്റിൽ തന്നെ വരുന്ന ഒരു പരിപാടി. അപ്പൊ ഇതിനകത്തേക്ക് ഈ പാട്ട് മത്സരം അങ്ങനെ പരിപാടി, അപ്പൊ അതിനകത്തേക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അതായത് ജിൻഡോ ചേട്ടൻ വരുന്നുണ്ട്, ജാസ്മോള് വരുന്നുണ്ട്, പിന്നെ ആരായിരുന്നു നമ്മുടെ അർജുൻ മോൻ വരുന്നുണ്ട്, അഭിഷേകൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ആദ്യത്തെ ഇതിപ്പോ ഒരു ദിവസം തന്നെയാണ് ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത്. അതായത് ഈ ബിഗ് ബോസിലെ താരങ്ങൾ വന്നിട്ടുള്ള പരിപാടി ഒരു ദിവസം കൊണ്ട് തന്നെയാണ് ഷൂട്ട് നടത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം 2 എപ്പിസോഡായിട്ടായിരിക്കും കാണിക്കുന്നതെന്ന് കേട്ടു. ചിലപ്പോൾ ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ എനിക്ക് അറിയത്തില്ല, ഞാൻ അറിഞ്ഞത് വെച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യത്തെ എപ്പിസോഡിൽ വരുന്നത് ജിൻഡോ ചേട്ടൻ വിന്നർ, പിന്നെ നമ്മുടെ അർജുൻ മോൻ അവൻ ഫസ്റ്റ് റണ്ണർ, പിന്നെ നമ്മുടെ ജാസ്മോൾ സെക്കൻഡ് റണ്ണർ. ഇവര് 3 പേരും വരാം. ഇവര് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരുടെ കൂടെ വരേണ്ടത് ആരാ? ഫോർത്ത് വന്ന അഭിഷേക് ആണോ? അങ്ങനെ ആണോ വരേണ്ടത്? പക്ഷെ അങ്ങനെ അല്ല ചെയ്തത്. കൂടെ വരുന്നത് ശ്രീതു. എന്തിന് ശ്രീതു വരുന്നു? അർജുൻ ഉള്ളതുകൊണ്ട്, അവിടെ കോംബോ കാണിക്കാൻ, എന്നാലേ ജനങ്ങൾ കാണാനിരിക്കുള്ളൂ. ആ ഒരു ബുദ്ധി ഉള്ളതുകൊണ്ട് ഇവർ വീണ്ടും ആ പരിപാടി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മുടെ അഭിഷേകൊക്കെ വരുന്നുണ്ട്. പിന്നെ നോറ ഉണ്ടെന്ന് ഞാൻ കേട്ടു, വന്നോട്ടെ. പക്ഷെ ഇവരാ അറേഞ്ച് ചെയ്യുന്ന പരിപാടി കണ്ടോ നിങ്ങള്? പക്ഷെ ഇതെന്താണ് ജാസ്മിന്റെ കാര്യത്തിൽ കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് ജാസ്മിനെയും ഗബ്രിയെയും ഒന്നിച്ചൊരു അവരുടെ കോമ്പോ ഒരുപാട് നിങ്ങൾക്ക് കാശുണ്ടാക്കി തന്നെയല്ലേ, എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തെ? ഇനിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് കൊടുക്കും, നല്ല തെറിയേക്കും, ആ കൊച്ചിന്റെ ജീവിതം കോഞ്ഞാട്ടയാവും. മാക്സിമം നിങ്ങൾ കോഞ്ഞാട്ട ആക്കി. അപ്പൊ ഇനിയും കോഞ്ഞാട്ട ആക്കരുത് എന്നുള്ളൊരു മൈൻഡ് ഉള്ളതുകൊണ്ടായിരിക്കും. അത് വലിയൊരു കാര്യം കേട്ടോ, നല്ല കാര്യം അത്. പക്ഷെ നിങ്ങൾ ആ ചെയ്യുമ്പോ ഇപ്പറ വേറൊരു സ്ഥാനത്ത് നിങ്ങൾ തിരികൊളുത്തുക. അർജുൻ ശ്രീതു കോംബോ നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ നല്ല ഫ്രണ്ട്സ് ആണ്. അവര് പറയുന്നു ഉണ്ട്. പക്ഷെ ശ്രീതുവിന്റെ അമ്മ വന്നിട്ട് അതിനകത്തൊരു കലിപ്പ് കാണിക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ? ഇനി നാളെ ഈ ശ്രീതു എന്ന് പറയുന്ന ഒരു കൊച്ചിന് കല്യാണം ആ ഒരു പരിപാടിയൊക്കെ വരുവാണെങ്കിൽ കെട്ടുന്നവൻ എല്ലാവരും ഒരേ മൈൻഡ് ആയിരിക്കണമെന്നില്ല. അവൻ കെട്ടിക്കഴിഞ്ഞിട്ട് ഇതും പറഞ്ഞ് കുത്തിയാലോ? ആ കൊച്ചിന്റെ പേഴ്സണൽ ലൈഫിന് പണി കിട്ടിയോ? അപ്പോൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ഈ കോംബോ പരിപാടി എടുത്തു വെച്ചിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അത് ചെയ്യാതിരിക്കുക എന്നാണ് ഈ എളിയവന് പറയാൻ. ഒന്നും എന്റെ ഒരു പെർസ്പെക്റ്റീവ് കേട്ടോ. അത് ഇനിയും ചെയ്യാതിരിക്കുക. ഗെയിം കഴിഞ്ഞു, ഗെയിമിനകത്ത് അവർ കോംബോ ആയിരുന്നു. അത് മാക്സിമം അവരുടെ നിങ്ങൾ അവസാനമായപ്പം ചാപ്രി മറ്റേ കൊച്ചും കൂടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് ഇവരുടെ കോംബോ എടുത്ത് കാണിച്ചു തന്നു, എല്ലാവരും ഏറ്റെടുത്തു. അത് അവിടെ തീരട്ടെ. നിങ്ങളുടെ തന്നെ റിയാലിറ്റി. ഇപ്പം ഞാൻ അറിഞ്ഞത് വെച്ച് ഏഷ്യാനെറ്റ് ഒരു എഗ്രിമെന്റ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. അതായത് ഒരു വർഷത്തേക്ക് വേറെ ഒരു ചാനലിലും ഇവർക്ക് പോകാൻ പറ്റത്തില്ല. അത്ര നല്ല പണിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അതൊക്കെ ആയിക്കോട്ടെ, വാട്ട് എവർ യുവർ വിഷ്, ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല, ചോദിക്കുന്നില്ല. എന്നാൽ അങ്ങനെ നിങ്ങളുടെ തന്നെ ഒരു പരിപാടിയിലേക്ക് ഇവർ കൊണ്ടുവരുമ്പോഴത്തേക്ക് വീണ്ടും ആ കോംബോ വെച്ചുള്ള കാട്ടായം വായി വീണ്ടും എന്തിനാ അങ്ങനെ ഒരു മാർക്കറ്റിംഗ്? അവർക്ക് എല്ലാവർക്കും നല്ല പേരുകൾ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അവരെ അങ്ങനെ കാണിക്കൂ. വീണ്ടും കോംബോ പരിപാടി ഇവിടെയും കൊണ്ടിട്ട് പിന്നെയും ജനങ്ങൾ അവരുടെ കോംബോ കാണാൻ കയറിയിരിക്കണം. ഇതല്ല നിങ്ങളുടെ ഒരു മെന്റാലിറ്റി. നമുക്ക് മനസ്സിലാവും ഒട്ടനല്ല നമ്മളൊന്നും. പക്ഷെ അത് വേണ്ടടോ, മതിയായില്ലേ? മതിയാക്ക്, അത്ര എനിക്ക് പറയാവുള്ളൂ. മതിയാക്ക്. നീ കോംബോ കാണിക്കണ്ട. അവർ സെപ്പറേറ്റ് ആയിട്ട് വന്നാലും, അല്ലെങ്കിൽ അവർ 2 എപ്പിസോഡായിട്ട്, അത് ഒരു ദിവസം തന്നെയാണല്ലോ ഷൂട്ട് നടക്കുന്നത്.
അപ്പം 2 എപ്പിസോഡിലായിട്ട് അവരെ കാണിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇതൊരു കോംബോ വിളിച്ച് വീണ്ടും അത് കാണുമ്പോ എന്തോ അവരുടെ കോംബോ ഇഷ്ടമല്ല എന്നൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും ഈ കാശിനോടുള്ള ആക്രാന്തവും TRP ഏറ്റാനും വേണ്ടിയിട്ടുള്ള ഈ ഒരു പരിപാടി കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു പറയാൻ തോന്നി. ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം. നിങ്ങളുടെ ഇഷ്ടമാണ്, എല്ലാവരുടെയും ഇഷ്ടമാണ്, എല്ലാവരുടെയും ഇഷ്ടങ്ങളുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യൂ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു. ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ യോജിക്കാൻ പറ്റുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല ആർക്കും യോജിക്കാനൊന്നും പറ്റുന്നില്ല. എനിക്കും ഞാനിത് പറയാൻ നേരത്തെ ഞാൻ ആലോചിച്ചു, അവരുടെ കോംബോ ആണ് എല്ലാവർക്കും ഇഷ്ടം, ഇവരത് ചെയ്യട്ടെ. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ളൊരു സാധനത്തിനെ ഇവർ നമ്മൾ ഇങ്ങനെ കൈതട്ടി ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന അടുത്ത സീസണിലും നമ്മൾ കാണാൻ പോകുന്ന ഇതേ കണക്കത്തെ ഏതെങ്കിലുമൊക്കെ കോംബോയുടെ ഒരു ഗെയിം പരിപാടികളായിരിക്കും. അതിനും വയ്യെന്നേ കാണാൻ സത്യമായിട്ടും. കോംബോസ് ഒക്കെ വേണം. അർജുൻ കോംബോ ആ ഒരു പരിപാടി അവരുടെ നല്ല രസമാണ്. പക്ഷെ എന്നാലും അതിന് മുന്നേ ഉണ്ടായിരുന്നൊരു കോംബോ ഒക്കെ ഇല്ലേ? ഈ കോംബോ പരിപാടി ഒരുപാട് പിന്നെ ഇതിനായിട്ട് പൊക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിലും കയറാൻ പോകുന്നതെങ്കിലും നന്നായിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കേണ്ടവർ അതിനകത്ത് കയറിയിട്ട് ഈ കോംബോ പിടിക്കാൻ പോകും. അതപ്പോ എങ്ങനെ ആയി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമോ? നിങ്ങൾ പറ. ഇനി ഈ കോംബോ തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണോ? അതോ നല്ല ഗെയിമുകൾ നിങ്ങൾക്ക് കാണണോ കഴിഞ്ഞ സീസണിലേക്ക് പോലെ? എടാ എനിക്ക് ഇപ്പോഴത്തെ ഈ സീസണിൽ ഒരു ഹാങ് ഓവർ വീഴാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് മറ്റേ സീസണൊക്കെ കാണുന്നുണ്ട്. എന്റെ മോനെ എന്താണ് അതൊക്കെയാണ് അതിനെയൊക്കെ വേണം സമ്മതിക്കാൻ. ഇത് ചുമ്മാ പിന്നെ കിട്ടിയിട്ട് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിച്ചോണ്ടിരിക്കുന്നു അല്ലേ ഏഷ്യാനെറ്റ്? പിന്നെ ഏഷ്യാനെറ്റിന് ഞാൻ വേറൊരു പേര് കേട്ട വേണ്ട, ഞാനത് ഇവിടെ പറയുന്നില്ല. എന്തിനാ? ഏഷ്യാനെറ്റിന് രാവിലെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചു പറയുവാണേ, എടാ ഏഷ്യാനെറ്റ് അല്ലടാ, എന്നിട്ട് വേറൊരു പേര് അവരെന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ കുറെ നേരം അങ്ങനെ ഇതിനെ വിളിക്കാം അല്ലേ? ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. അതൊക്കെ എന്തായാലും ആവട്ടെ. അതൊക്കെ ഓരോരുത്തർ നമ്മൾ ഫ്രണ്ട്സിന് ഇടയ്ക്ക് സംസാരിക്കുന്നില്ല. എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞ് എന്റെ മനസ്സിരുന്നാൽ മതി, അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞതിനോട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തട്ടെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അതും കൂടി ഒന്ന് പറ. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ എമൗണ്ട് ഒക്കെ തന്നെ ആട്ടെ, നിങ്ങളൊക്കെ ഏകദേശം ആ ഒരു എമൗണ്ട് ഒക്കെ തന്നെ മേടിക്കുന്നത്. ഇത് എനിക്കത്ര വിശ്വസനീയമായ ഒരു വ്യക്തി വഴി ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവരകത്ത് എത്രയൊക്കെ മേടിച്ചെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്. ഞാൻ തിരക്കിയിട്ട് വേണമെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോ എല്ലാരും ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് നിങ്ങളുടെ ബില്ലായിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.